കൊടും വേനലിൽ കരിഞ്ഞുണങ്ങിയ വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയ്ക്ക് ആശ്വാസമായി വേനൽ മഴ. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളായി ലഭിച്ച വേനൽ മഴയെ തുടർന്ന് കൈത്തോടുകളിലും പാറക്കെട്ടുകളിലുമെല്ലാം നീരൊഴുക്ക് ആരംഭിച്ചതോടുകൂടി കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായതിന്റെ ആശ്വാസത്തിലാണ് തോട്ടം മേഖലയിലടക്കമുള്ള ജനങ്ങൾ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്റ് മേരി സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് ടെക്നോളജി, പാമ്പനാർ PO, പീരുമേട്. ഫോൺ 9961313770, 9947431558. എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സവിശേഷതകൾ: SC/ST വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാരിന്റെ PSC അംഗീകാരമുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ സൗജന്യമായി. തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് T-ബോർഡിൽ നിന്നുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ. ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും 100% ജോലി ഉറപ്പു നൽകുന്നു. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് അനുഭവപ്പെട്ട കടുത്ത വേനലിനൊപ്പം ഇടുക്കി ജില്ലയിലും വേനൽ ചൂടിന്റെ കാഠിന്യത്താൽ ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടിരുന്നു. ഇതോടൊപ്പമാണ് വേനൽക്കാലങ്ങളിൽ അല്പമെങ്കിലും പച്ചപ്പ് അവശേഷിച്ചിരുന്ന തോട്ടം മേഖലയിലെ ജലസ്രോതസ്സുകളും വറ്റിവരണ്ടത്. പ്രധാന ജലസ്രോതസ്സായ പെരിയാർ നദി വറ്റിവരണ്ടതോടുകൂടി തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിലും കടുത്ത ജലക്ഷാമമാണ് അനുഭവപ്പെട്ടിരുന്നത്. പാറക്കെട്ടുകളിൽ നിന്നുമുള്ള നീരുറവകളും കൈത്തോടുകളും കിണറുകളുമെല്ലാം വറ്റി വരേണ്ടതോടുകൂടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലെല്ലാം ജലം എത്തിച്ചു നൽകുകയും ഇതിനു പുറമെ പൈസ മുടക്കി കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയുമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ വേനൽ മഴ ശക്തമായതോടുകൂടിയാണ് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായിരിക്കുന്നത്. കൈത്തോടുകളിലും നീരുറവകൾ ഉള്ള പാറക്കെട്ടുകളിലും നീരൊഴുക്കുകൾ ആരംഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് തോട്ടം മേഖല. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി. തോട്ടം മേഖലയുടെ പ്രധാന കാർഷിക വിളകളായ തേയില, ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ നാണ്യ കാർഷിക വിളകളെല്ലാം കരിഞ്ഞുണങ്ങി തുടങ്ങിയിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രദേശത്ത് ലഭിച്ചു വരുന്ന വേനൽ മഴ കാർഷിക വിളകൾക്കും കൂടി ആശ്വാസമായിരിക്കുകയാണ്. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തു നിന്നും പെരിയാർ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന കൈത്തോടുകളിൽ നിന്നും ജലസ്രോതസ്സുകളിൽ നിന്നും നീരൊഴുക്കുകൾ ആരംഭിച്ചതോടുകൂടി പെരിയാർ നദിയിലും ജലം ഒഴുകി തുടങ്ങിയത് ഏറെ ആശ്വാസകരമായാണ് പൊതുജനങ്ങൾ കാണുന്നത്. എന്നാൽ ഇതേസമയം ഈ മാസം 31-ാം തീയതി മുതൽ കാലവർഷം ആരംഭിക്കുമെന്ന പ്രവചനം നിലനിൽക്കെ തീരദേശം അടക്കമുള്ള പ്രദേശങ്ങളിൽ പ്രളയസമാന്തരമായ വെള്ളപ്പൊക്കം ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.